ചില വിഷയങ്ങളിൽ നാം ധൃതി കാണിക്കണം. ചിലത് നാം പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതാണ്. അതിൽപ്പെട്ട ഒന്നാണ് സമയമായാൽ ഉടനെ നിസ്കാരം നിർവഹിക്കണം. നിസ്കരിക്കേണ്ട സമയമായിട്ടും അവൻ നിസ്കരിക്കാതെ മരണപ്പെട്ടാൽ വലിയ ശിക്ഷയാണ്. യുദ്ധത്തിലാണെങ്കിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയത്തിൻ്റെ ആദ്യത്തിൽ ഒരു വിഭാഗത്തോട് നിസ്കരിക്കാൻ പറയുമായിരുന്നു. ചില ആളുകളുടെ നിസ്കാരം മുനാഫിക്കിൻ്റെ നിസ്കാരം പോലെയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നിസ്കാരം സമയത്തിൻ്റെ അവസാനത്തേക്ക് മാറ്റിവെക്കുകയും കോഴി കൊത്തും പോലെ പെട്ടെന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നവരുടെ നിസ്കാരം മുനാഫിക്കിൻ്റെ നിസ്കാരമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് മരിച്ച ആൾ ഹാലിറായാൽ പെട്ടെന്ന് മറവ് ചെയ്യണം. ഒരാൾ മരിച്ചാൽ പെട്ടെന്ന് മറവ് ചെയ്യണം. അത് രാത്രിയാണെങ്കിലും ശരി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ രാത്രിയല്ലേ മറവ് ചെയ്തത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ മറവ് ചെയ്തത് രാത്രിയിലാണ്. എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടുമോ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ആണെങ്കിൽ കുറച്ച് പിന്തിക്കാം. സാധാരണ മരണം പെട്ടെന്ന് മറവ് ചെയ്യണം. മൂന്നാമത്തെ കാര്യമാണ് വിവാഹം കഴിക്കാൻ പ്രായമായാൽ പെട്ടെന്ന് വിവാഹം കഴിക്കണം. ഇപ്പോൾ കാണുന്ന പൊതുവെ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് 20ാമത്തെ വയസ്സിൽ വീണ്ടും 5 വർഷത്തെ കോഴ്സിന് ചേർത്തി അതും കഴിഞ്ഞിട്ട് കെട്ടിച്ചു വിടുന്ന രക്ഷിതാക്കളുണ്ട്. ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ബാധകമാണ്. നാലാമത്തെ കാര്യമാണ് കടങ്ങൾ പെട്ടെന്ന് വീട്ടുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഓഹരി വെക്കുന്നതിൻ്റെ മുമ്പ് അയാളുടെ ബാധ്യതയിൽ നിന്ന് ആ മനുഷ്യനെ ഒഴിവാക്കണം. 5ാമത്തെ കാര്യമാണ് അതിഥി വന്നാൽ പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണം. വൈകിപ്പിക്കാൻ പാടില്ല. അതിഥി സൽക്കാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാതൃക നാം സ്വീകരിക്കണം. ഒരു അതിഥി വന്നാൽ സലാം മാത്രം പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി അദ്ദേഹത്തെ നന്നായി സൽക്കരിക്കും. അതിഥികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ആദരമാണ് കൊണ്ടുവന്ന ഭക്ഷണം മുഴുവൻ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളത്. 6ാമത്തെ കാര്യം തൗബയെ വേഗത്തിലാക്കണം. തെറ്റ് സംഭവിച്ചാൽ അള്ളാഹുവിലേക്ക് പെട്ടെന്ന് ഖേദിച്ച് മടങ്ങണം. അള്ളാഹു നമ്മുടെ എല്ലാ ദോഷവും പുറത്തു തരട്ടെ. ആക്കിബത്ത് നന്നാക്കി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.